ഇതുപോലെ ചില മാസങ്ങൾക്കും ദിവസങ്ങൾക്കും സമയങ്ങൾക്കും ഒക്കെ പ്രത്യേകതകൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട വളരെ മുഹറമായ പരിശുദ്ധിയുള്ള ഒരു മാസമാണ് മുഹറം മാസം എന്ന് പറയുന്നത്. വർഷത്തിൽ 3-10 ദിവസങ്ങൾ അല്ലാഹു വലിയ ശ്രേഷ്ഠതയുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. 3-10 ദിവസങ്ങളാണത്. ഒന്ന് റമദാനിന്റെ അവസാനത്തെ 10 റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങൾക്ക് വളരെയധികം ശ്രേഷ്ഠതയുണ്ടല്ലോ. ലൈലത്തുൽ ഖദറിനെ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട രാത്രികൾ വരുന്ന ദിവസങ്ങളാണ്. അപ്പൊ റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളാണ് അതിലൊന്ന്. രണ്ടാമത്തെ 10 ദിവസങ്ങൾ ഏതാണ്? ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെയധികം ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ്. മൂന്നാമത്തെ 10 ദിവസങ്ങൾ മുഹറം മാസത്തിലെ 10 ദിവസങ്ങളാണ്. 1 മുതൽ 10 വരെയുള്ള ദിവസം. ഇങ്ങനെ 3 10കൾ ഒരു വർഷത്തിൽ മുസ്ലിമായ ഒരു മനുഷ്യന് വളരെയധികം ശ്രേഷ്ഠതയുള്ള ദിനങ്ങളാക്കിയിട്ടുണ്ട്. അതിൽ ദുൽഹിജ്ജ മാസമാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞുപോയത്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം, വർഷത്തിന്റെ അവസാനത്തെ മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെയധികം മഹത്വമുള്ള ദിവസങ്ങളെ ആരാധനകളെ കൊണ്ട് ധന്യമാക്കി നമ്മൾ യാത്ര അയച്ചു. തൊട്ടടുത്ത മാസം പുതിയ ഒരു വർഷത്തിലേക്ക് മുഹറമിലേക്ക് കടക്കുകയാണ്. മുഹറം മാസം ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെയധികം ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങളും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട വളരെയധികം ഫളീലത്തുള്ള ദിവസങ്ങളാണ്. അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുഹറം മാസം അതിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളെല്ലാം മഹത്വമേറിയ ദിവസങ്ങളാണ് എന്ന് നമുക്ക് പറയാനാകും. ഈ മാസത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മുഹറം 10 എന്നുള്ളത്. ആശുറാഇന്റെ ദിവസം എന്നാണ് അതിന് പറയുക. മുഹറം 10 എന്ന ദിവസത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകമായി തന്നെ ആ ദിവസത്തിൽ നോമ്പ് നോൽക്കൽ സുന്നത്തായിട്ടുണ്ട്. അങ്ങനെ നോമ്പ് സുന്നത്തുള്ള ഒരു ദിവസവും മാസവുമാണ് മുഹറം 10, മുഹറം മാസം എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലുണ്ടായിരിക്കുമ്പോൾ തന്നെ മുഹറം 10ന്റെ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. മുഹറം 10ന് നേരത്തെ തങ്ങൾ മക്കയിലാകുമ്പോൾ തന്നെ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് കാനത് ഖുറൈശ് തസൂമു ആശുറാ ഫിൽ ജാഹിലിയ്യ. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആശുറാഇന്റെ മുഹറം 10ന്റെ ദിവസത്തിൽ അവിടെ ഉണ്ടായിരുന്ന മക്കക്കാരായ ആളുകൾ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് നോൽക്കുമായിരുന്നു. ഫലമ്മ ഹാജറ ഇലൽ മദീനത്തി സാമഹു വഅമറ ബിസിയാമിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ തങ്ങൾ ആ മുഹറം 10ന് നോമ്പനുഷ്ഠിക്കുകയും അനുയായികളായ സ്വഹാബാക്കളോട് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഫലമ്മാ ഫുരിള ശഹ്റു റമളാൻ. റമളാൻ അന്ന് ഫർളായിട്ടില്ല. അതിന്റെ മുമ്പ് അന്ന് റമളാനിലെ നോമ്പ് ഫർളല്ല. അങ്ങനെ റമളാനിലെ നോമ്പ് ഫർളായി വന്നപ്പോൾ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ശാഅ സ്വമഹു വമൻ ശാഅ തറകഹു. അപ്പോൾ ഈ നോമ്പ് സുന്നത്താക്കി. അതിന്റെ മുമ്പ് മുഹറം 10ന്റെ നോമ്പ് നിർബന്ധമായി അനുഷ്ഠിച്ചിരുന്ന ഒരു നോമ്പായിരുന്നു. അപ്പൊ മുഹറം 10ന് ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു ദിവസമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരായ മുൻഗാമികളായ പ്രവാചകന്മാര് നോമ്പനുഷ്ഠിക്കുകയും അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളെ അള്ളാഹു നൽകുകയും ചെയ്ത പ്രത്യേകമായ ദിവസമാണ് ആശുറാഇന്റെ ദിവസം എന്നുള്ളത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതാണ് ആശുറാഇന്റെ ദിവസം നോമ്പ് അനുഷ്ഠിക്കണമെന്ന്. മദീനയിൽ ഖദിമൽ മദീനത ഫവജദൽ യഹൂദു സിയാമൻ യൗമ ആശുറാഅ ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ചെല്ലുമ്പോൾ യഹൂദികൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് കണ്ടു. അപ്പോൾ അവരോട് ചോദിച്ചു, മാ ഹാദൽ യൗമുല്ലദീ തസ്മുനഹു, എന്താണ് ഈ ദിവസം നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാനുള്ള കാരണം? ഫഖാലു ഹാദാ യൗമുൻ അലീമുൻ അൻജല്ലാഹു ഫീഹി മൂസ വഖൗമഹു വഗറഖ ഫിർഔന വഖൗമഹു ഫസ്വാമഹു മൂസ ശുക്രൻ ഫനഹ്നു നസ്മുഹു. ഞങ്ങളെ കഴിഞ്ഞുപോയ ഞങ്ങളെ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10. ശത്രുവായിരുന്ന ഫിർഔനിനെ നശിപ്പിക്കുകയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു രക്ഷിക്കുകയും ചെയ്ത ആ ദിവസമാണ് ഈ മുഹറം 10ന്റെ ദിവസം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫസാമഹു മൂസ ശുക്രൻ ഫനഹ്നു നസ്മുഹു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസമായതുകൊണ്ട് മുഹറം 10ന്റെ അന്ന് നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളും നോമ്പ് അനുഷ്ഠിക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഫനഹ്നു അഹഖു വഔലാ ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബന്ധമുള്ളത് ഞങ്ങളാണ്. ഫസാമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ മുഹറം 10ന് നോമ്പ് അനുഷ്ഠിച്ചതെന്ന പോലെ തന്നെ മദീനയിൽ നിന്നും തങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയാണ്. വഅമറ ബിസിയാമിഹി, അനുയായികളോട് നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ മുഹറം 10ന്റെ അന്ന് നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. മുഹറം 9ന്റെ അന്ന് നോമ്പ് അനുഷ്ഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? ആശുറാഇന്റെ ദിവസത്തിൽ ജൂതന്മാരായ യഹൂദികളായ ആളുകൾ ആ ദിവസത്തെ ബഹുമാനിക്കുകയും അന്നവർ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ മുസ്ലിമീങ്ങളും അതേ ദിവസം അവരോട് അനുകരിക്കുകയാണോ എന്ന് തോന്നിപ്പോകാൻ പാടില്ല. ജൂതന്മാരോട് എതിരാകേണ്ടതുണ്ട്. അത് മതത്തിന്റെ കർക്കശമായ ഒരു നിയമത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അങ്ങനെ അവരോടൊന്നിച്ച് നോമ്പ് നോൽക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് നബി തങ്ങൾ പറയാണ്, അങ്ങനെ വരും വർഷത്തിൽ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത വർഷം മുഹറം 9നും ഞാൻ നോമ്പ് നോൽക്കുമെന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പക്ഷേ അടുത്ത വർഷം തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. അതിനിടയ്ക്കുള്ള റബീഉൽ അവ്വൽ, ആ മുഹറം കഴിഞ്ഞിട്ടുള്ള റബീഉൽ അവ്വൽ മാസത്തിൽ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. തങ്ങൾ നേരത്തെ ഒരു പ്രഖ്യാപനം നടത്തിയത് കൊണ്ട് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9നും നോമ്പ് അനുഷ്ഠിക്കുമെന്ന് പറഞ്ഞു വെച്ചു. ആ വാക്കുകൊണ്ട് തന്നെ നമുക്ക് മുഹറം 9നും നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. യഹൂദികളോട് എതിരാകാനാണ്. മുഹറം 10ന് അവർ ആചരിക്കുന്ന ദിവസത്തോട് അതുപോലെ തന്നെ ആകുമ്പോൾ ആളുകൾക്ക് ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, സംശയങ്ങൾ വരും. അതുകൊണ്ടത് വേണ്ട. അതുകൊണ്ട് അവരോട് എതിരാകാൻ അതിന്റെ മുമ്പത്തെ ദിവസം മഹാന്മാര് പറഞ്ഞു 11നും നോൽക്കൽ സുന്നത്തുണ്ട് എന്ന്. ഈ 10ൽ മാത്രം ഒതുക്കി നിർത്തേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് രണ്ട് ഭാഗത്തും നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്തുണ്ട് എന്ന്. അതെന്തിനാണ്? യഹൂദികളോട് ജൂതന്മാരോട് എതിരാകാൻ. ഒരു മതക്കാരോട് മറ്റൊരു മതക്കാരോട് സദൃശ്യപ്പെടാൻ പാടില്ല എന്ന് ഇസ്ലാമിന്റെ കർക്കശമായ നിയമമാണ്. അതുകൊണ്ട് മുഹറം 10ന് നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. അതിന്റെ മുമ്പുള്ള 9നും നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. ഇത് നോമ്പിന്റെ വിഷയത്തിൽ ഇത്ര വലിയ കർക്കശമായ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ജൂതന്മാരോട്, അതേ യഹൂദികളോട് എതിരാകണമെന്ന നിയമത്തിൽ ഇസ്ലാം ഇത്ര കർക്കശമായി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സഹോദരന്മാരെ, ഇനി എത്ര പേരാണ് പാശ്ചാത്യന്മാരുടെ, ജൂതന്മാരുടെ ചില ജീവിത ശൈലികളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? തലയിലെ മുടി ക്രോപ്പ് ചെയ്യുന്നതിലടക്കം വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ജൂതന്മാർ അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വസ്ത്രധാരണയിൽ ജൂതന്മാർ അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആരാധനാ ശൈലികളെ മുസ്ലിമീങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിന്റെ നിയമമാക്കി എഴുതപ്പെട്ടിരിക്കുന്നു. അത് പഠിപ്പിച്ചിരിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞു, ഇത് ജൂതന്മാരുമായുള്ള ഒരു സ്വഭാവത്തിനോട് അനുകരിച്ചിരിക്കുന്ന ഒരു ആരാധനയാണെന്ന് ഒരിക്കൽ തോന്നിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഹറം 9-നും 10-നും നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാം ഈ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കഴിഞ്ഞുപോയ പ്രവാചകന്മാരിൽ നിന്ന് ഈ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചവരാണ് അവർ. അതുകൊണ്ട് ഈ ദിവസത്തിന് വളരെ പവിത്രതയുള്ള ദിവസമാണ്. ഇസ്ലാമിന്റെ ആദ്യകാലത്തിന് നേരത്തെ ഉണർത്തിയല്ലോ, ഈ നോമ്പ് നിർബന്ധമായിരുന്നു. പിന്നീടാണ് റമദാനിനെ നോമ്പ് നിർബന്ധമാക്കി വരുന്നത്. അപ്പോൾ ഈ നോമ്പിന് പിന്നീട് സുന്നത്തായ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി അറിയിച്ചു കൊടുത്തത്. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് മുഹറം 10 എന്നുള്ളത്. അതുകൊണ്ട് അന്നത്തെ ദിവസം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് വളരെയധികം ശക്തിയായ സുന്നത്താണ്. അത് ഒന്നാമത്തെ കർമ്മമാണ്. ഈ ദിവസത്തിൽ മുഹറം 10-ൽ 4 കർമ്മങ്ങളെ നമുക്ക് ചെയ്യാനുണ്ട് പ്രധാനമായി. ഒന്നാമത്തേത് ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അന്നത്തെ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്താണ്? മഹാനായ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല സിയാമു യൗമി ആശൂറാ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലതി ഖബ്ലഹു. ഒരാൾ ആശൂറാന്റെ അന്നത്തെ ദിവസം നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന്റെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവനും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മാസക്കാലത്തെ നോമ്പ് കൊണ്ടല്ല, ഒരു ദിവസത്തിൽ മുഹറം 10-ന്റെ അന്ന് ഒരാൾ സുന്നത്തായ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലമാണ് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവനും അവന് പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ശക്തിയായ സുന്നത്താണ്. രണ്ടാമതായി ഈ ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ള അമൽ എന്താണ്? 4 അമലുകൾ പ്രധാനമായി നമുക്ക് ചെയ്യാനുണ്ട്. ഒന്ന് നോമ്പനുഷ്ഠിക്കുക. രണ്ടാമതായി ഈ ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ള അമല് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. മഹാനായ അൽഖമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവരിൽ നിന്ന് തങ്ങൾ പറയുന്നു, ഖാല മൻ വസ്സഅ അലാ അയാലിഹി യൗമ ആശൂറാ ലം യസൽ ഫീ സഅത്തിൻ സായിറ സനതി. ഒരാൾ അയാളുടെ അയാലിനെ കുടുംബക്കാർക്ക് വിശാലത ചെയ്താൽ, മൻ വസ്സഅ അലാ അയാലിഹി, കുടുംബങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ വീട്ടുകാർക്ക് നമ്മൾ വിശാലത ചെയ്തു കഴിഞ്ഞാൽ, ആശൂറാന്റെ ദിവസത്തിൽ ഒരാൾ, നമ്മുടെ ഭാര്യമാരുണ്ട്, ഉമ്മ ഉപ്പയുണ്ട്, മക്കളുണ്ട്, അടുത്ത കുടുംബക്കാരുണ്ട്, നമ്മുടെ ബന്ധുക്കളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ഫാമിലിയിൽ നിന്ന് അവർക്ക് നമ്മൾ വിശാലത ചെയ്തു കൊടുത്താൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളത് നൽകുക, അവരെ മനസ്സ് സന്തോഷിപ്പിക്കുക, അതിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക. അങ്ങനെ അവർക്ക് വിശാലത ചെയ്തു കഴിഞ്ഞാൽ ലം യസൽ ഫീ സഅത്തിൻ സായിറ സനതി, വരുന്ന വർഷത്തിൽ അല്ലാഹു തആല അവന്റെ എല്ലാ വിഷയത്തിലും വിശാലത നൽകുമെന്ന് ഹബീബ് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട്, മാതാപിതാക്കളോട്, ജ്യേഷ്ഠത്യനുജത്തിമാരോട് അവർക്ക് വേണ്ടതുപോലെ സന്തോഷങ്ങളെ കൈമാറണം. മുഹറം 10-ന്റെ അന്ന് നല്ലപോലെ ശ്രദ്ധിക്കണം. ഒരു വർഷത്തേക്കുള്ള ജീവിതം, ആ ഒരു വർഷത്തിൽ നമ്മുടെ ജോലിയിൽ ബർക്കത്ത് വേണം, ആരോഗ്യം വേണം, സന്തോഷം വേണം, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആഫത്തുകളും മാറാവ്യാധികളും ഒന്നും പിടിപെടരുത്. അതിനാരുടെ സഹായം വേണം? അല്ലാഹുവിന്റെ സഹായവും വിശാലതയും വേണം. അല്ലാഹുവിന്റെ അനുഗ്രഹം കനിഞ്ഞേകണം. അതിന് അല്ലാഹുവിന്റെ നിഅമത്ത് വിശാലമായി ലഭിക്കണമെങ്കിൽ ഒരു ഡിമാൻഡ് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ നമ്മോട് പറയുകയാണ്,
മൻ വസ്സഅ അലാ അയാലിഹി, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്, ചെറിയ ഒരു കുടുംബം, നിങ്ങളുടെ കുടുംബത്തിന് അന്നത്തെ ദിവസം നിങ്ങൾ സന്തോഷത്തെ കൈമാറണം. സന്തോഷത്തെ കൈമാറണം. ഭാര്യമാരോട് നല്ല രീതിയിലുള്ള പെരുമാറ്റം, അവർക്ക് വേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം. അന്നത്തെ ദിവസം അവരെ സന്തോഷിപ്പിക്കണം, മക്കളെ സന്തോഷിപ്പിക്കണം, ഉമ്മയെ ഉപ്പയെ സന്തോഷിപ്പിക്കണം. എന്നും ഒരു ഒരസിയുള്ള പോക്കാണെങ്കിൽ അതൊക്കെ നിർത്തിയിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടാക്കി തീർക്കണം. അതുണ്ടാക്കിയാൽ അത് നമ്മൾ വിടവുകൾ തീർത്താലാണ് ബാക്കിയുള്ള നമ്മുടെ ശിഷ്ടജീവിതം സന്തോഷത്തിലാകുന്നത്. ഈ വിടവുകൾ തീർക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. അത് തയ്യാറാകാതെ പിന്നെ ബാക്കിയുള്ള ജീവിതത്തിൽ ഖൈറും ബറക്കത്തും വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ലഭിക്കും? അല്ലെ, ഒരു ടാപ്പിന്, ഒരു പൈപ്പിന് എവിടെയെങ്കിലും ഒരു ലീക്ക് ഉണ്ട്, ഫോഴ്സ് കുറവാണ്, അപ്പൊ ലീക്ക് ഉള്ളത് കൊണ്ടാണ്. ഈ ലീക്ക് അടച്ചാലല്ലേ ഇവിടെ ഫോഴ്സ് ഉണ്ടാവുള്ളൂ. അല്ലെ, ലീക്ക് അടക്കണം, ആദ്യം ലീക്ക് മുഹറം 10 അടക്കണം, എന്നാൽ അപ്പുറത്ത് ഫോഴ്സ് ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് വിശാലത ചെയ്യണമെന്നാണ്. ഭാര്യമാരോട് നല്ല രീതിയിലുള്ള പെരുമാറ്റം വേണം, മക്കളോട് നല്ല രൂപത്തിലുള്ള പെരുമാറ്റം വേണം, ഉമ്മയോട് ഉപ്പയോട്, ജ്യേഷ്ഠത്തി അനുജത്തിമാരോട്, ജ്യേഷ്ഠനുജന്മാരോട്, സഹോദരങ്ങളോട്, നമ്മളെ കുടുംബത്തിലെ അംഗങ്ങളോട് നല്ലതുപോലെയുള്ള പെരുമാറ്റം നമ്മൾ പെരുമാറണം. അങ്ങനെ പെരുമാറിയാൽ പ്രത്യേകിച്ച് മുഹറം 10 അന്ന് അവർക്ക് നമ്മൾ സ്വതക്ക കൊടുക്കണം. നല്ല അവരെ സന്തോഷിപ്പിക്കുന്ന എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യണം. അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഹദിയ കൊടുത്ത് സന്തോഷിപ്പിച്ച് നമ്മൾ വിശാലത ചെയ്തു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനെ വിശാലമാക്കി കഴിഞ്ഞാൽ, ആ വർഷത്തിൽ വരാനിരിക്കുന്ന വർഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശാലമായ നിഅമത്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഈ ഒറ്റ ദിവസത്തിൽ മാത്രം സെപ്പറേറ്റ് പറഞ്ഞതാണ്. ഈ മുഹറം 10 ഈ പവിത്രത ലഭിക്കാനാകും, നേടാനാകും. ഈ ഒരു ദിവസം മുഹറം 10 ദിവസമാണ് ഇത് നേടിയെടുക്കാനാകുന്നത്. അതുകൊണ്ട് കൂട്ടുകാരെ നമ്മൾ ശ്രദ്ധിക്കണം. കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹത്തിലാണ്. മുഹറം 10 പ്രത്യേകിച്ച് എല്ലാവർക്കും ലീവുള്ള ദിവസമായിരിക്കും. എല്ലാവരും ഒരുമിച്ച് കൂടണമെന്ന് സന്തോഷമാണ് വേണ്ടത്. പക്ഷെ എന്തെങ്കിലും കച്ചറുണ്ടായി പിരി അന്ന് എല്ലാവരും ഒരുമിച്ച് കൂടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ശരിക്കും എല്ലാവരും ഒരുമിച്ച് കൂടി സന്തോഷത്തോടെ അന്നത്തെ ദിവസം റാഹത്തിലാകാണ് വേണ്ടത്. അല്ലേ, റാഹത്തിലാവുകയാണ് വേണ്ടത്. മാതൃകാപരമായ കുടുംബജീവിതമാകണം. ചെറിയ ഒരസലുകളൊക്കെ ഉണ്ടാകും, അതിന് നമ്മൾ ഇപ്പുറത്തുനിന്ന് പൊട്ടിത്തെറിക്കാതിരുന്നാൽ മതി. റാഹത്തുള്ള ജീവിതം വേണമെങ്കിൽ ചിലയിടങ്ങളിൽ നമ്മൾ കണ്ണടക്കേണ്ടി വരും, ചിലയിടങ്ങളിൽ നമ്മൾ മൗനം പ്രാപിക്കേണ്ടി വരും. എന്തിനാണ്? കുടുംബത്തിന്റെ സ്വസ്ഥതക്കും റാഹത്തിനും വേണ്ടിയാണ്. അതുകൊണ്ട് മുഹറം 10 ദിവസത്തിൽ നമ്മൾ അവരോട് നല്ല രീതിയിൽ മനസ്സുകൊണ്ട് വിശാലത കാണിച്ചാൽ, അല്ലാഹു വരുന്ന വർഷത്തിൽ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും വിശാലത കാണിക്കുമെന്ന് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാര്യങ്ങൾ പറഞ്ഞു. മുഹറം 10 അന്ന് ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്നാമത്തേത് നോമ്പനുഷ്ഠിക്കണമെന്നാണ്. രണ്ടാമത്തേത് കുടുംബങ്ങൾക്ക് വിശാലത ചെയ്യണമെന്നാണ്. മൂന്നാമത്തേത് എന്താണ്? നല്ല തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങണം. തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാകാം. അല്ലാഹു തആല പ്രത്യേകമായി തൗബ നൽകുന്ന ദിവസമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, عن علي رضي الله عنه قال أتى النبي صلى الله عليه وسلم رجل قال يا رسول الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു പുരുഷൻ വരികയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, അഖ്ബിർനി ബിശഹ്രിൻ നസൂമുഹു ബഅദ റമളാന. റമളാനിന് ശേഷം നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റിയ നല്ല ഒരു മാസം എനിക്ക് പറഞ്ഞു തരുമോ നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ കുൻത സായിമൻ ശഹറൻ ബഅദ റമളാന. റമളാൻ അല്ലാത്ത മറ്റൊരു മാസത്തിൽ നീ നോമ്പ് അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഫസ്മി മുഹറമ. മുഹറം മാസത്തിൽ നീ സുന്നത്ത് നോമ്പിനെടുത്തോ മോനെ. ഫഇന്നഹു ശഹറുല്ലാഹ്. ആ മാസം അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള മാസമാണ്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, വഫീഹി യൗമുൻ താബ ഫീഹി അലാ ഖൗം. ആ മാസത്തിൽ അല്ലാഹു തആല അല്ലാഹുവിന്റെ അടിമകൾക്ക് തൗബ സ്വീകരിക്കുന്ന മാസമാണെന്ന് ഹബീബ് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ദിവസത്തിൽ അല്ലാഹുവിനോട് തൗബ ചെയ്ത് പാപമോചനത്തിന് തേടി നമ്മൾ മടങ്ങണം. അതാണ് മൂന്നാമത്തെ കർമ്മം. നാലാമത്തെ കർമ്മം എന്താണ്?
നാലാമത് എല്ലാറ്റിനും നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരം ദുആ ആണല്ലോ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനായ ഒരു മനുഷ്യന്റെ ആയുധമാണ് ദുആ എന്നുള്ളത്. അതുകൊണ്ട് നല്ലതുപോലെ ആ ദിവസത്തിൽ ഇരുന്ന് അല്ലാഹുവിനോട് ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കണമെന്നാണ്. ദുആയാണ്, ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. അതുകൊണ്ട് മുഹറം 10 അന്നത്തെ ദിവസം അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. നോക്കൂ നിങ്ങൾ, 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മുഹറം 10 അന്ന് നമ്മക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായ 4 കാര്യങ്ങൾ. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ 4ഉം ഈ മുഹറം 10 നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഈ മാസത്തെ ഈ വർഷത്തെ മുഹറം 9 10 വരുന്നത് മുഹറം 9 വ്യാഴാഴ്ചയാണ്, മുഹറം 10 വരുന്ന വെള്ളിയാഴ്ചയാണ്. അപ്പൊ വ്യാഴവും വെള്ളിയുമാണ് മുഹറം 9 10 വരുന്നത്. അടുത്ത വെള്ളിയാഴ്ചയാണ് മുഹറം 10 നോമ്പുണ്ടാവുക. 9 നോൽക്കൽ സുന്നത്താണ്, 10 നോൽക്കൽ സുന്നത്താണ്. അതുകൊണ്ട് കഴിയുന്നവർ 11 നോൽക്കൽ സുന്നത്താണ്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ മുഹറം 10 അന്ന് നമ്മളെ കൊണ്ട് ചെയ്യാനുള്ള 4 പ്രധാന കർമ്മങ്ങൾ: 1 അന്ന് സുന്നത്ത് നോമ്പ് നോൽക്കുക, 2 നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മൾ വിശാലത ചെയ്യുക, 3 നമ്മളുടെ പാപങ്ങളൊക്കെ പൊറുക്കാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങുക, 4 നമ്മൾ അല്ലാഹുവിനോട് ഇരുകരങ്ങളും ഉയർത്തിയ ദിവസത്തിൽ ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഈ 4 കർമ്മങ്ങളും നമ്മൾ ചെയ്യണം. ഇനി നമ്മളെ വരുന്ന വർഷത്തിലേക്ക് ഇതുകൊണ്ടുള്ള ഫലങ്ങൾ എന്താണ്? കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളെല്ലാം പൊറുക്കാൻ ആ നോമ്പ് കാരണമാകുന്നു. രണ്ടാമത്തെ കർമ്മം വിശാലത ചെയ്തു കഴിഞ്ഞാലോ നമുക്ക് വരാനിരിക്കുന്ന ഒരു വർഷത്തിൽ അല്ലാഹു തആല നമ്മുടെ എല്ലാ വിഷയങ്ങളിലും വലിയ വിശാലത നൽകുന്നു. കുടുംബത്തിന്, ഭാര്യക്കും, മക്കൾക്കും, മാതാപിതാക്കൾക്കും, സഹോദരങ്ങൾക്കും, കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സുകൊണ്ട് വിശാലത ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു വരും വർഷത്തിൽ നമുക്ക് വിശാലത ചെയ്യുമെന്നാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് തൗബയും ദുആയും നോമ്പും കുടുംബത്തിന് വേണ്ടിയുള്ള എല്ലാ വിശാലത ചെയ്യുന്ന പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്ന് ഈ വർഷത്തിലുണ്ടാകണം. അത് ഇവിടുത്തെ നേട്ടങ്ങൾക്ക് മാത്രമല്ല, നാളെ ആഖിറത്തിലുള്ള നേട്ടത്തിനാണ്. കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അടങ്ങുന്ന പ്രവാചകന്മാര് അവരുടെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ തൂഫാൻ വന്ന്, പ്രളയം വന്ന്, ആ പ്രളയത്തിൽ അവരുടെ ജൂദി പർവ്വതത്തിൽ കപ്പൽ ചെന്ന് നങ്കൂരമിടുന്നത് മുഹറം 10 അന്നായിരുന്നു. അങ്ങനെ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ശത്രുക്കളെ അല്ലാഹു അടിച്ചമർത്തുകയും പ്രവാചകന്മാർക്ക് ജയം നൽകുകയും ചെയ്തു വന്ന ഒരു ദിവസം കൂടെയാണ് മുഹറം 10 അന്ന് എന്നുള്ളത്. ഭൂമിയിലേക്ക് ആദ്യമായി മഴ വർഷിച്ച ദിവസം മുഹറം 10 ഇങ്ങനെ ഒരുപാട് മഹാന്മാര് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാനാകും. മുഹറം 10 ഒരുപാട് ലോകത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ സൃഷ്ടിപ്പ് മുതൽ തന്നെ ഓരോ പ്രധാനപ്പെട്ട ചരിത്രത്തിൽ ഇടം പിടിച്ച സംഭവങ്ങളെല്ലാം രേഖപ്പെടുത്തിയത്, നടന്നത് മുഹറം 10 അന്നാണ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം നോമ്പ് അനുഷ്ഠിച്ചു പോന്ന ഒരു ദിവസം, ഇസ്ലാമിൽ റമദാനിൽ നോമ്പ് ഫർളാക്കുന്നതിന്റെ മുമ്പ് ഫർളായി നിർബന്ധമായി നോമ്പ് അനുഷ്ഠിച്ചിരുന്ന ഒരു ദിവസം, അങ്ങനെയുള്ള പിന്നീട് സുന്നത്താക്കിയതാണ്. അങ്ങനെയുള്ള ഒരു മഹത്തായ ദിവസത്തെ നമ്മൾ ഒരിക്കലും നെവർ മൈൻഡ് ആക്കി കളയാൻ പാടില്ല. അല്ലാഹു ദിവസത്തിന്റെ പവിത്രതയെ മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ.